തിരുവചനം അതിമധുരമയം തേനിനേക്കാൾ മധുരതരം. തിരുവചനം അതിമധുരമയം തേനിനേക്കാൾ മധുരതരം. തിരുവചനം അതിമധുരമയം തേനിനേക്കാൾ മധുരതരം. ഒളിയേകി വഴി നടത്തും കാലിനു ദീപമായി തിരുവചനം. പാതയിലൊളിയേകി വഴി നടത്തും കാലിനു ദീപമായി തിരുവചനം. വഴിയും സത്യവും ജീവനുമായവൻ പാതയെ കാട്ടിടും സുരവചനം. അനുഗ്രഹം നൽകുമി തിരുവചനം. തിരുവചനം അതിമധുരമയം തേനിനേക്കാൾ മധുരതരം. തിരുവചനം അതിമധുരമയം തേനിനേക്കാൾ മധുരതരം. തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറുന്നതാം തിരുവചനം. ഇരുവായ് തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറുന്നതാം തിരുവചനം. സന്ധികളെ പോലും തുളച്ചിടും വചനം. ബന്ധന പാശങ്ങൾ അഴിച്ചിടും വചനം. രൂപാന്തരം നൽകും തിരുവചനം. തിരുവചനം അതിമധുരമയം തേനിനേക്കാൾ മധുരതരം. തിരുവചനം അതിമധുരമയം തേനിനേക്കാൾ മധുരതരം. യേശുവേ നീ
യേശുവേ നീയാണ് കോട്ടയുമേ. രോഗങ്ങൾ വന്നാലും ശോകങ്ങൾ വന്നാലും നീ മാത്രമെന്നുടെ ആത്മനാഥം. രോഗങ്ങൾ വന്നാലും ശോകങ്ങൾ വന്നാലും നീ മാത്രമെന്നുടെ ആത്മനാഥം. യേശുവേ നീയാണ് സങ്കേതമേ. യേശുവേ നീയാണ് കോട്ടയുമേ. രോഗങ്ങൾ വന്നാലും ശോകങ്ങൾ വന്നാലും നീ മാത്രമെന്നുടെ ആത്മനാഥം. രോഗങ്ങൾ വന്നാലും ശോകങ്ങൾ വന്നാലും നീ മാത്രമെന്നുടെ ആത്മനാഥം. പാപിയിൽ പാപിയാമെന്നെയും നേടുവാൻ പാവനമാം നിൻ രുധിരം ചിന്തി. പാപിയിൽ പാപിയാമെന്നെയും നേടുവാൻ പാവനമാം നിൻ രുധിരം ചിന്തി. പൊന്നേശുവേ എന്നാളും നീയല്ലോ പൊൻകരത്താലെന്നെ താങ്ങുന്നവൻ. പൊന്നേശുവേ എന്നാളും നീയല്ലോ പൊൻകരത്താലെന്നെ താങ്ങുന്നവൻ. യേശുവേ നീയാണ് സങ്കേതമേ. യേശുവേ നീയാണ് കോട്ടയുമേ. രോഗങ്ങൾ വന്നാലും ശോകങ്ങൾ വന്നാലും നീ മാത്രമെന്നുടെ ആത്മനാഥം. രോഗങ്ങൾ വന്നാലും ശോകങ്ങൾ വന്നാലും നീ മാത്രമെന്നുടെ ആത്മനാഥം.
എപ്പിസ്കോപ്പ അച്ഛനാണ്. അച്ഛനെ ഈ സമാപന സമ്മേളനത്തിന് സന്ദേശം നൽകുന്നതിനായിട്ട് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ശുഭാശന്മാരെ, പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കൾ, വളരെ സന്തോഷമുണ്ട്. എനിക്ക് സത്യത്തിൽ ഒന്നും പറയാൻ തോന്നുന്നില്ല, ഒന്നും പറയാനില്ല. വെൽ ഓർഗനൈസ്ഡ്, വെൽ പ്ലാൻഡ് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ രചനയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അച്ഛനെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഞാൻ അനുമോദിക്കാനായിട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിത്വമാണ് നമ്മുടെ ഇടയത്തച്ഛൻ. വലിയ അനുഭവ സമ്പത്ത്, വിദ്യാഭ്യാസങ്ങളുടെ വലിയ അണിഞ്ഞിട്ട് പ്രാപിച്ച വ്യക്തിത്വം. തീർച്ചയായിട്ടും ഇതിൻ്റെ നമുക്ക് വലിയ മുതൽക്കൂട്ടായിട്ട് ഞാൻ കാണുകയാണ്. ഇന്നത്തെ ഈ നമ്മുടെ ക്യാമ്പിൽ അദ്ദേഹം അനുധാവനം ചെയ്യുന്നത് കാണുന്നത് വളരെ സന്തോഷം പകരുന്നു. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ അനുമോദിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ക്യാമ്പ് നമുക്ക് വളരെ പ്രാധാന്യം വഹിക്കുന്നതാണ്. സത്യത്തിൽ എൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാവി സഭ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ ക്യാമ്പുകളിലൂടെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അവധിക്കാലം കുഞ്ഞുങ്ങൾ വളരെ ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ഈ ക്യാമ്പ്. ഇതിൻ്റെ ആദ്യകാലങ്ങൾ ഞാൻ ഓർത്തു പോവുകയായിരുന്നു. സത്യത്തിൽ ശ്രേയസ് ഗ്രാമോത്സവം എന്ന് പറഞ്ഞൊരു പരിപാടി ആദ്യകാലങ്ങളിൽ വിഭാവനം ചെയ്തു. അതിൻ്റെ ചുവടുപിടിച്ച ശുഭാശന്മാര് യേശുദർശനം എന്ന് പറഞ്ഞൊരു ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി. അതേ ഡെവലപ്പ് ചെയ്തതാണ് ഇപ്പോൾ ഇന്ന് ഈ വചനോത്സവം എന്ന പേരിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വലിയ എന്താ പറയുക, വലിയ ചലനം സൃഷ്ടിച്ചു നമ്മുടെ ഇടവകളിൽ. ഇന്നും കുഞ്ഞുങ്ങൾ വളരെയധികം ഉത്സാഹത്തോടെ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ വരവ്. നിങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും നന്മകളും ദൈവാനുഗ്രഹങ്ങളും ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ഈ ട്രെയിനിങ് ക്യാമ്പ് നമ്മളെ ഭക്ഷണം കഴിച്ചതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇതോടുകൂടി ചെറിയൊരു പ്രാർത്ഥന. അപ്പം നന്ദി പറയാനായിട്ട് ജെയ്സി സിസ്റ്ററെ ഏറ്റവും സ്നേഹത്തോടുകൂടി ക്ഷണിച്ചോളൂ. നമ്മുടെ ക്യാമ്പിന് 2 ദിവസത്തെ ഒരു നന്ദി അർപ്പിക്കാനായിട്ട് സിസ്റ്റർ ക്ഷണിച്ചോളൂ. വന്യ മാത്യു കാര്യങ്ങളിൽ കോത എപ്പിസ്കോപ്പ അച്ഛ, വന്യ വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ ശമാശന്മാരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ യുവജന സുഹൃത്തുക്കളെ, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. മലങ്കര കത്തോലിക്ക സഭ വചനവർഷമായിട്ട് ആചരിക്കുമ്പോൾ സഭയുടെ ആത്മീയ സമ്പത്ത് പരിപോഷിപ്പിക്കുവാനും പ്രത്യേകിച്ചും അവധിക്കാല ദിവസങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുവാനും ഒക്കെ ആയിട്ട് ഈ ഒരു MBOC ക്യാമ്പിലൂടെ സജ്ജമാക്കുവാനായിട്ട് പോവുകയാണ്. ഈ സമയം ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ സഭയെ നമുക്ക് ഓർക്കാം. ഈ ഒരു വലിയ ദൗത്യത്തിനായിട്ട് ഈ ഒരു ഗ്രൂപ്പിനെ ഇവിടെ തിരഞ്ഞെടുക്കുകയും ഇതൊരു പ്രത്യേക ദൈവവിളിയായിട്ട് തന്നെയാണ് കാണുക. ഇതിന് വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു. രൂപതയുടെ സൺഡേ സ്കൂൾ ഡയറക്ടറായിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട തോമസ് ക്രിസ്തുമന്ദിരം അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് തീഷ്ണമതിയായ പൗലോസിനെയാണ്. അപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഏതൊരു ഉത്തരവാദിത്വങ്ങളും അതിൻ്റെ ഏതെല്ലാം വ്യത്യസ്തതകളോടുകൂടി ഫലസമ്പൂർണമായി ചെയ്തു തീർക്കാൻ പറ്റുമോ അതിനായിട്ട് തൻ്റെ ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിത്വമാണ്. ഈ 2 ദിവസങ്ങളിലായിട്ട് വളരെ സജീവതയോടുകൂടി, വളരെ വ്യത്യസ്തതയോടുകൂടി ഈ ഒരു ക്യാമ്പ് ഇവിടെ രൂപീകരിക്കുകയും ഇതിൻ്റെ പരിണിത ഫലങ്ങൾ വ്യത്യസ്ത ഇടവകകളിൽ ചെന്ന് ഉളവാക്കുവാനായിട്ട് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത സ്നേഹബഹുമാനപ്പെട്ട തോമസ് ക്രിസ്തുമന്ദിരം അച്ഛന് ഒത്തിരി സ്നേഹത്തോടുകൂടി നന്ദികൾ അർപ്പിക്കുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന് സന്ദേശം നൽകിയ സ്നേഹബഹുമാനപ്പെട്ട
മാത്യു കാര്യവള്ളിൽ കോർ എപ്പിസ്കോപ്പ അച്ഛന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഏതൊരു കാര്യവും പ്ലാൻ ചെയ്ത് അത് ഏറ്റവും ഫലവത്തായി തീരണമെങ്കിൽ അതിന് ശക്തരായിട്ടുള്ള ആൾക്കാർ തന്നെ ഉണ്ടാകണം. വളരെ കൃത്യതയോടുകൂടി ഈ ക്യാമ്പിന്റെ കോർഡിനേറ്ററായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മോടൊപ്പം ആയിരുന്ന സ്നേഹബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ എടയത്തച്ഛനെ നന്ദിയോടുകൂടി ഓർക്കുന്നു. നമുക്കറിയാം, തൻ്റെതായിട്ടുള്ള വ്യക്തിത്വത്തോടും തന്മയത്വത്തോടും കൂടി ഈ ദിവസങ്ങളെ കൂടുതൽ സജീവമാക്കുകയായിരുന്നു. കണ്ടും കേട്ടും അനുഭവിച്ചറിഞ്ഞും നമ്മളായിരുന്ന ഈ ദിനങ്ങൾ നമ്മൾ എപ്രകാരമായിരിക്കണം നമ്മുടെ പ്രവർത്തന രംഗത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതെന്ന് ജീവിതത്തിലൂടെ ഒരു സാക്ഷ്യം നൽകി വളരെ ശാന്തതയോടുകൂടി കൃത്യതയോടുകൂടി വ്യക്തിതയോടുകൂടി ഈ ദിവസങ്ങളെ വളരെ ഭംഗിയായിട്ട് ഫലവത്താക്കി തീർക്കുവാൻ തൻ്റെ പൂർണ്ണമായ സമർപ്പണം നടത്തിയ അച്ഛന് ഞങ്ങൾ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ സൺഡേ സ്കൂളിന്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന സിസ്റ്റർ മരിയ SIC ഈ ദിവസങ്ങളിൽ വളരെ സജീവമായിട്ട് നമ്മോടൊപ്പം ഇല്ലായിരുന്നെങ്കിലും കണ്ടും കേട്ടും വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്തെല്ലാം ക്രമീകരിച്ചുകൊണ്ട് ഒരു ശക്തിയായിട്ട് നിൽക്കുകയായിരുന്നു. സ്നേഹം നിറഞ്ഞ സിസ്റ്ററിന് ഞങ്ങളുടെ സ്നേഹപൂർവ്വമായ നന്ദി അറിയിക്കുന്നു. വന്യ വൈദികര് പല വിധത്തിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഫാദർ ചാക്കോ മാടവന, ഫാദർ എബ്രഹാം പുന്നവിള, ഫാദർ മാത്യു പാലക്കപ്രായിൽ, എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. അതോടൊപ്പം തന്നെ സ്നേഹബഹുമാനപ്പെട്ട ജോൺ ചെരുവയുടെ അച്ഛൻ ഉദ്ഘാടന വേളയിലും സമാപന വേളയിലും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം പൂർണ്ണമായിട്ടുള്ളൊരു സാന്നിധ്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അച്ഛന് ഹൃദയപൂർവ്വമായ നന്ദി. ജെയിംസ് മുളയ്ക്കവിള അച്ഛനെയും ഒത്തിരി സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. കാരണം ഇടയ്ക്കിടയ്ക്കെല്ലാം ഇവിടെ വരികയും നമ്മൾക്ക് പ്രോത്സാഹനം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അച്ഛന് ഈ ഗ്രൂപ്പിന്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. സ്നേഹം നിറഞ്ഞ ഷമാശന്മാർ നമ്മളൊരു ഗ്രൂപ്പിലായിരുന്നെങ്കിൽ തന്നെയും അവരവരുടേതായിട്ടുള്ള റോൾ അവിടെ ഉണ്ടായിരുന്നു. വളരെ സജീവതയോടും കൂടി എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ, എല്ലാവരോടൊപ്പം ആയിരിക്കുവാനും തങ്ങളുടേതായിട്ടുള്ള കഴിവുകളെ പ്രകടിപ്പിക്കാനും ഒക്കെ ആയിട്ട് അവരും പരമാവധി പരിശ്രമിച്ചു. ഒത്തിരി സ്നേഹത്തോടുകൂടി നന്ദികൾ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് SIC DM രണ്ടു കൂട്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സഭയുടെ കരുത്തായി നിലകൊള്ളുന്ന യുവജനങ്ങൾ, നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് കടന്നു വരുന്നപ്പോൾ എന്തുമാത്രം സജീവതയോട് കൂടിയിട്ടാണ് ഇതിനെ പൊളിച്ചേരുന്നതെന്ന് കാണുകയായിരുന്നു. നിങ്ങൾ ഒരു സ്ഥലത്ത് ചെല്ലുന്നത് തന്നെ വചനത്തിന് സാക്ഷ്യം നൽകുന്ന ജീവിതവുമായിട്ട് തന്നെയാണ്. കൂടെയായിരിക്കുന്നവരെ യേശുവിലേക്ക് നയിക്കുവാനും ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ പങ്കുവെച്ചുകൊണ്ട് ഒരു നന്മയുടെ പ്രതീകങ്ങളായി തീരുവാനും ഈ ഒരു ട്രെയിനിങ്ങിലൂടെ കുറച്ചുകൂടി നിങ്ങൾ കരുത്തരായി തീർന്നു. നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ദിനങ്ങളിൽ നമുക്ക് ശാരീരികമായിട്ട് കരുത്തുള്ളവരായി തീരുവാൻ ഭക്ഷണങ്ങൾ സമയാസമയങ്ങളിൽ നൽകുകയും അത് വളരെ രുചികരമായി നൽകുകയും ചെയ്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, സഭ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അതിൻ്റെ സഭ ആഗ്രഹിക്കുന്ന വിധത്തിലെ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടതാണല്ലോ. നമ്മൾ ഓരോരുത്തരും ഓരോ ഇടവകളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും സഭയോട് ചേർന്ന് നിൽക്കുവാനും വചനത്തിന്റെ നിറവിലേക്ക് നാം കണ്ടുമുട്ടുന്ന ഓരോ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുവാനും വചനത്തിന്റെ തിരി തെളിച്ച് ഇരുട്ടിന്റെ ബാധയെ മാറ്റി നിർത്തി മലങ്കര സഭയുടെ മാത്രമല്ല ഈ ലോകത്തിന് മുഴുവനും വെളിച്ചമായി തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കോട്ടം കൂടാതെ കാത്തുരക്ഷിക്കുന്നതാ ഇസ്രായേലിൻ ദൈവമെന്നും നിന്റെ കാവലുള്ളതിനാൽ തന്റെ കോട്ടയ്ക്കുള്ളിൽ നിന്നെ കോട്ടം കൂടാതെ കാത്തുരക്ഷിക്കുന്നതാ. മനമേ കലങ്ങിടേണ്ട, ഭ്രമിച്ചിടേണ്ട,
ഇസ്രായേൽ